സമയത്ത് ഒരു സ്നേഹവായ്പോടെയുള്ള ഒരു നോട്ടം, ഇന്ന് ആ തലയിൽ വിരലോടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു കയറി വരുന്നത്. അപ്പോൾ കൊടുക്കുന്ന ആ ഒരു സ്വാന്തനം, അതുപോലെ ഞാൻ ഇവിടെയുണ്ട്, എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നമുക്കവരെ നിസ്സീമമായിട്ട് നമുക്കവരെ സ്നേഹിക്കാൻ പറ്റുന്നു അത്രത്തോളം അവർ നമ്മുടെ അടുക്കിലേക്ക് വരും. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എന്താ ഒരു ജീവിതത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു. എപ്പോഴാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലുന്നത്? അയാൾ ആഗ്രഹിക്കുന്ന സ്നേഹങ്ങൾ, അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ അയാൾക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലാതെ സ്നേഹം ആവോളമുള്ള അയാളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭർത്താവിനെ എല്ലാ അളവിലും സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ വിട്ട് ഒരു ഭർത്താവും പോയില്ല എന്ന് വിചാരിക്കണം. അഥവാ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അയാൾ ഒരു മാനസിക രോഗിയാണെന്ന് എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം ഒരു പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. ആ ചേർത്ത് നിർത്തലിലൂടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളോട് ചിലവഴിക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് സമയം, തികച്ചും എല്ലാ ദിവസത്തിലും കുറച്ച് സമയം, കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ചിലവിടണം. അത് കിടപ്പറയിൽ ചിലവിടുന്ന സമയമല്ല, അതല്ലാതെ ഉള്ളൊരു സമയത്ത് ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരിക്കും. പലപ്പോഴും ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഓരോ സമയത്തും അല്ലേ പ്രായം അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ആകർഷണം ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുറന്നു പറച്ചിലുകളും സ്നേഹത്താൽ മാത്രമേ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് ആ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാം. ഇന്നലെ വരെ കണ്ട ഒരു വ്യക്തിയല്ലാതെ ഇന്ന് ഒന്ന് മൂർധാവിൽ ഒന്ന് ചുംബിക്കാൻ, അദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ച് മൂർധാവിൽ ഒരു ചുംബനം കൊടുത്ത് വിടാനും, അതുപോലെ തിരിച്ചു വരുമ്പം അദ്ദേഹത്തിൻ്റെ അടുക്കിൽ നിന്ന് ആ ബാഗും ആ ടിഫിനും ഒക്കെ വായിക്കുന്ന സമയത്ത് വളരെ സ്നേഹവായ്പോടുകൂടി അദ്ദേഹത്തിനോട് ഒരു നിമിഷം ചിലവഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു സമയം, ഒരു പ്രൈവറ്റ് ടൈം നിങ്ങൾ കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യം കുറച്ചുകൂടെ ഊഷ്മളമാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ല ഒരു ശുഭദിനം നേരുന്നു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ